ഇത് കണ്ടോ, തോടാണേ, നമ്മുടെ ലോബ്സ്റ്ററിൻ്റെ തോടാണ്. അപ്പോൾ ഇവന്മാരിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തോടൊക്കെ പൊളിച്ച് കളയും. തോടല്ല, ഇങ്ങനെ ഫുള്ളോടെ പൊളിച്ച് കളഞ്ഞ് ഇവന്മാർ കളറൊക്കെ നല്ല ഡാർക്കായി കളർ വരും. പിന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവന്മാരെ കണ്ടോ, പാണ്ടാമോളി. ഇത് ഞാൻ ഇതിനകത്ത് ഈ പ്ലാന്റൊക്കെ വെച്ച് നല്ല സെറ്റാക്കി ഇവന്മാർക്ക് സൗകര്യമായിട്ട് വെച്ചതാണ്. പക്ഷേ ചിലവന്മാർ ചാടി ഇപ്പുറത്ത് വീഴും. ഇന്നലെ ഒരെണ്ണം ഇതിനകത്തോട്ട് ചാടി വീണ്. അവൻ്റെ ലാസ്റ്റിൽ അതിൻ്റെ ചെറിയ പൂടയൊക്കെ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം ഇവന്മാർ തിന്ന്. ഇവന്മാർ കുറച്ച് ടെററാണ്. എന്തെങ്കിലും മീനൊക്കെ വീണ് കഴിഞ്ഞാൽ, ചെറിയ മീൻ മാത്രമല്ല വലിയ മീനുണ്ടെങ്കിലും ഇവന്മാരെല്ലാം അറ്റാക്ക് ചെയ്യും. രാത്രിയിലൊക്കെ ഇവന്മാരുടെ കൂട്ടിനകത്ത് ഏതെങ്കിലും ഗോൾഡ് ഫിഷോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മീൻ കിടന്നാലും ഇവന്മാരെല്ലാത്തിനെയും വാലൊക്കെ കടിച്ച് നാശമാക്കും. അലിഗേറ്ററിൻ്റെ ടാങ്കിൽ പോയി നോക്കിയപ്പം ഇവന് കുറച്ച് മുമ്പേ ഞാൻ ഇതിനകത്തൊരു ഡെഡ് ഗപ്പിയെ ഇട്ടായിരുന്നു. അപ്പോൾ സാധാരണ ഡെഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫിഷിനൊക്കെ ഇട്ട് ഇവൻ എടുക്കാത്തതാണ്. ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പം ഞാനത് തിരിച്ചെടുത്ത് നമ്മുടെ ഫ്ലവർ ഹോണിന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നപ്പം ഇവൻ അതിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പയ്യെ ഉള്ളിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായെന്ന് തോന്നുന്നു ഫുഡ് ഇറങ്ങിയിട്ട്. ഞാൻ മെനങ്ങാന്ന് പറഞ്ഞ് കൊടുത്തായിരുന്നു, ഒരു വമ്പൻ മീനെ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ അവൻ എടുക്കുന്നത്. അലിഗേറ്റർ അത് എടുത്തുകൊണ്ട് ഇവന് ഇന്ന് ഒരു മീനേ ഉള്ളൂ കേട്ടോ. മറ്റേ നമ്മുടെ ഫുൾ വൈറ്റ് ഹൈബ്രിഡ് ഗപ്പിയുടെ ഒരു ഡെഡ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് മറ്റേതും കൂടെ കൊടുക്കാമെന്ന്. പക്ഷേ ഇന്ന് ഇവന് ഇത് തന്നെ ധാരാളം. കാരണം ഒരു മോളിയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വേറൊരു ടാങ്കിലൊക്കെ ഇട്ടത് കാണിച്ചില്ലേ, അതിപ്പം വലുതായി കേട്ടോ. ഏകദേശം ചെറിയൊരു വലിപ്പമായി. ഇനി ഇതെടുത്ത് തിരിച്ച് ഗപ്പിയുടെ ടാങ്കിലിട്ടാലും കുഴപ്പമില്ല. അന്ന് ഇതുപോലെ ചെറിയ പരുവായതുകൊണ്ട് അവന്മാർ തിന്നാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് പായലൊക്കെ ഇട്ടില്ലേ, പായലൊക്കെ പയ്യെ പൊട്ടിമുളച്ച് പുതിയതൊക്കെ കിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് സാൻഡാണ് ഇട്ടത്. അപ്പോൾ ഈ കൂടുതൽ പായൽ വരുമ്പോൾ ഇതിനകത്ത് പച്ചപ്പ് അല്ലെങ്കിൽ പച്ച കളറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ വെള്ളം മാറ്റുമ്പോൾ ഇതൊന്ന് കലക്കി വിടും, എന്നിട്ട് വെള്ളം എടുക്കും. അപ്പോൾ കുഴപ്പമില്ല.